കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ 2019 ഫെബ്രുവരി സെഷൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച് ഇപ്പോൾ അനുഗ്രഹപ്രദമായി പര്യവസാനിച്ചിരിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ മഹനീയ അധ്യക്ഷതയിൽ സഭയിലെ എല്ലാ മെത്രാപ്പോലിത്തന്മാരും ഈ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിൽ പങ്കെടുക്കുകയുണ്ടായി. അഭിവന്യ ഡോക്ടർ എബ്രഹാം ആർ സറാഫിയും മെത്രാപ്പോലിത്ത തിരുമേനി പഠനത്തിൻ്റെ ഭാഗമായി വിദേശത്തായതിനാൽ അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാ പിതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്. സഭയുടെ റൂട്ടീൻ സുന്നതോസ് ആകയാൽ ധാരാളം കാര്യങ്ങൾ ഈ സുന്നതോസിൽ നിശ്ചയിക്കുവാനും തീരുമാനിക്കുവാനും സാധ്യമായി. അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയുടെ, അതായത് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ സഭയുടെ PRO ആയി സേവനമനുഷ്ഠിച്ച പ്രൊഫസർ PC ഏലിയ സാറിന്റെ നിര്യാണത്തിലും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ കാശ്മീർ പുൽവാമയിൽ നടന്നതായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു പ്രാപിച്ച ധീര ജവാന്മാരുടെ നിര്യാണത്തിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസ് അനുശോചനം രേഖപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ മുഴുവൻ അഖണ്ഡതയ്ക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കാസായുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പോലിത്തായെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസ് അഭിനന്ദിച്ചു. അതുപോലെ തന്നെ 2018 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായ ജലപ്രളയ കെടുതിയെ തുടർന്ന് പരിശുദ്ധ സഭ സ്വീകരിച്ചു വന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ എപ്പിസ്കോപ്പൽ സുന്നതോസ് യോഗം വിലയിരുത്തിക്കൊണ്ടായി. ഓരോ ഭദ്രാസന അടിസ്ഥാനത്തിലും നടന്നതായ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും നടന്ന കാര്യങ്ങൾ പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തുകയും തുടർന്ന് നടക്കുവാനുള്ളതായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഓരോ ഭദ്രാസന അടിസ്ഥാനത്തിലും സഭയുടെ കേന്ദ്രാടിസ്ഥാനത്തിലും നടത്തേണ്ട കാര്യങ്ങളെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ അടുത്ത സമയത്തായി വെബ്സൈറ്റിലൂടെ പ്രത്യക്ഷപ്പെട്ട കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽ 2019 എന്ന ചർച്ച് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ച് സുന്നതോസ് വളരെ വിശദമായ ചർച്ചകൾ നടത്തുകയുണ്ടായി. ഒരു പൊതുധാരണ ഇത് ക്രൈസ്തവ സഭയ്ക്ക് മുഴുവനും മാത്രമല്ല മതങ്ങൾക്ക് മുഴുവനും ദോഷമുണ്ടാകുന്ന ഒരു രീതിയാണെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും ഒരു ധാരണ സുന്നതോസ് അംഗങ്ങളുടെയിൽ ഉണ്ടായി എങ്കിലും അവയെക്കുറിച്ച് വ്യക്തമായ നിയമ ഉപദേശം ലഭിച്ചതിന് ശേഷം ക്രിയാത്മകമായ പ്രതികരണം നടത്തിയാൽ മതി എന്ന ഒരു ധാരണയാണ് സുന്നതോസിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിയമവിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമേ സഭയുടെ ഔദ്യോഗിക പ്രതികരണം ഇത് സംബന്ധിച്ച് ഉണ്ടാവുകയുള്ളൂ. അത് താമസമില്ല ചെയ്യുന്നതായിരിക്കും. മലങ്കര സഭയിൽ ശാശ്വത സമാധാനവും അത് വിട്ടുപോകാത്ത സമാധാനമായിരിക്കണമെന്നുള്ള മുൻ നിശ്ചയങ്ങൾ വീണ്ടും ഈ എപ്പിസ്കോപ്പൽ സുന്നതോസും ഉറപ്പിക്കുകയാണ് ചെയ്തത്. 2017 ജൂലൈ മാസം 3-ാം തീയതി ഉണ്ടായ പ്രധാന സുപ്രീം കോടതി വിധിയും അതിന് തുടർന്ന് വന്ന കോടതി വിധികളും അനുസരിച്ച് മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകണമെന്ന
സഭയുടെ നിർബന്ധം അത് അതുപോലെ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് എപ്പിസ്കോപ്പൽ സുന്നോസിൽ വീണ്ടും ധാരണയായി. 2018 ഓഗസ്റ്റ് മാസം സുന്നോസിന് ശേഷം നടന്നതായ സഭ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ യോഗ നിശ്ചയങ്ങളെല്ലാം തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോസ് അംഗീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സഭയുടെ ബി ഷെഡ്യൂളിൽപ്പെട്ട സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും 2019-20 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോസ് അംഗീകരിച്ചു. കോട്ടയം നാഗപ്പൂർ വൈദിക സെമിനാരികളുടെയും സഭയുടെ എക്യൂമിനിക്കൽ ആൻഡ് ഇന്റർചർച്ച് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പരുമല സെമിനാരിയുടെയും പരുമല ആശുപത്രിയുടെയും റിപ്പോർട്ടുകൾ അതാത് പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ചുമതലക്കാർ അവതരിപ്പിച്ചത് സുന്നോസ് അംഗീകരിക്കുകയുണ്ടായി. കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പലായി വന്യ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനെയും കോനാട്ടച്ചനെ 2019 മാർച്ച് മാസം 31 മുതൽ നിയമിക്കത്തക്ക വിധവും അതുപോലെ തന്നെ നാഗപ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പളായി ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ജോസി ജേക്കബിനെ 2019 ഡിസംബർ 1 മുതൽ നിയമിക്കത്തക്ക വിധവും സുന്നോസിൽ ധാരണയായി പരിശുദ്ധ ബാവാതിരുമേനിയോട് ശുപാർശ ചെയ്തു. 2019 മാർച്ച് മാസം 31 സ്ഥാനമൊഴിയുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛനോടും 2019 നവംബർ 30 സ്ഥാനമൊഴിയുന്ന ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പിനോടുമുള്ള സുന്നോസിന്റെ നന്ദി പരിശുദ്ധ ബാവാതിരുമനസ് കൊണ്ട് രേഖപ്പെടുത്തുകയുണ്ടായി. കോട്ടയം വൈദിക സെമിനാരിയുടെ അധ്യാപകരുടെ സർവീസ് റൂൾസ് പഴയതുണ്ടായിരുന്നത് പുതുക്കി നിശ്ചയിക്കുകയുണ്ടായി. പുതുക്കിയ സർവീസ് റൂൾസ് 2019 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ നടപ്പിൽ വരുത്തുന്നതിനും തീരുമാനം ആയിട്ടുണ്ട്. ബിലായി സെന്റ് തോമസ് ആശ്രമം, സെന്റ് തോമസ് കോൺവെന്റ്, കുപ്പാടി ഗദസീമോൻ കോൺവെന്റ് എന്നിവകളുടെ നിയമാവലികളെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോസ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ടായി. പരിശുദ്ധ സഭയിലെ വസ്കിയാമ അസോസിയേഷൻ പ്രസിഡന്റായി അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനിയെ നിയമിച്ചു. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പരിശുദ്ധ സഭയുടെ മാമോദിസ, വിവാഹം, ഭവന കൂദാശ, രോഗികളുടെ തൈലാഭിഷേകം തുടങ്ങിയ കൂദാശക്രമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സഭയുടെ ലിറ്റർജിക്കൽ കമ്മീഷൻ നൽകിയ ശുപാർശ പരിശുദ്ധ സുന്നോസ് അംഗീകരിക്കുകയും പ്രസിദ്ധീകരണ അനുമതി നൽകുകയും ചെയ്യുകയുണ്ടായി. പരിശുദ്ധ സഭയിലെ വൈദിക സ്ഥാനികളുടെയും സഭാ സ്ഥാപനങ്ങളിൽ സേവനം നടത്തുന്ന അൽമായരുടെയും പെരുമാറ്റ നടപടികളെ സംബന്ധിച്ച മാർഗരേഖ തത്വത്തിൽ പരിശുദ്ധ സുന്നോസ് അംഗീകരിക്കുകയുണ്ടായി. അതിന്റെ പ്രായോഗികതകൾ പരിശോധിച്ച് ഇത് സംബന്ധിച്ച് തുടർ ചർച്ചകളും തീരുമാനങ്ങളും അടുത്ത സുന്നോസിൽ ഉണ്ടാക്കി പൂർണ്ണ രേഖ സമർപ്പിച്ച് നടപ്പിൽ വരുത്തുവാൻ ധാരണയായി. അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനി, അഭിവന്യ യൂഹാനൻ മിലിത്തോസ് തിരുമേനി, അഭിവന്യ സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനി എന്നീ പിതാക്കന്മാർ ഓരോ ദിവസവുമുള്ള സുന്നോസ് സെഷനുകൾക്ക് ഉള്ള ധ്യാനത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. എല്ലാം വളരെ ഭംഗിയായും അനുഗ്രഹപ്രദമായും പര്യവസാനിച്ചു. കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുവാൻ തക്കവണ്ണം സഭാമക്കളേവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.